അഭിവന്യരായ തങ്ങളവറുകളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأهلة قل هي مواقيت للناس والحج صدق الله مولانا العظيم. ബഹുമാനികളെ, ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തതിൻ്റെ ആവശ്യകത നാം മുമ്പ് മനസ്സിലാക്കുകയും സ്വാഗത പ്രസംഗത്തിൽ അത് വിശദീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളുടെ കുറഞ്ഞ വാക്കുകളിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലേക്കും നമുക്ക് സൂചന നൽകുകയുണ്ടായി. ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈളി അമ്പലക്കടവും ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി അവറുകളും സംസാരിക്കാനിരിക്കുകയാണ്. അതിൻ്റെ മുമ്പായി ഒരു ഉദ്ഘാടന പ്രസംഗം എന്ന നിലക്ക് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. മാസപ്പിറവിയുടെ വിശദീകരണമാണല്ലോ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാസം ഉറപ്പിക്കുക, ഉറപ്പിക്കാതിരിക്കുക പരിശുദ്ധ ഇസ്ലാം ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നാളിതുവരെ ഇവിടെ നടന്നു പോന്ന മുസ്ലിങ്ങളുടെ യഥാർത്ഥമായ പാരമ്പര്യം മാസം ഉറപ്പിക്കുക എന്നത് ഏതൊരു മാസവും അതിൻ്റെ 29ാമത്തെ ദിവസം അസ്തമിക്കുകയും 30ാമത്തെ രാത്രി മാസം നഗ്നമായ കണ്ണുകൊണ്ട് കാണുകയും ചെയ്താൽ മാത്രം അടുത്ത മാസം 1 ഉറപ്പിക്കുക. അല്ലാത്ത പക്ഷം 30 പൂർത്തിയാക്കുക. ഇതാണ് മുസ്ലിം സമുദായം ഇക്കാലം വരെ സ്വീകരിച്ചു പോന്ന മാതൃക. ഈ മാതൃകക്കും പാരമ്പര്യത്തിനും എതിരായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ചില ചുരുങ്ങിയ ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചില സംഘടനകളും അവർ രൂപീകരിച്ചു. വാസ്തവത്തിൽ പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുമൊക്കെ
നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസപ്പിറവിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരായത്തിൽ സൂറത്തുൽ ബഖറയുടെ 189-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യസ്അലൂനക അനിൽ അഹില്ലത്തി, നബിയെ തങ്ങളോട് അവർ ചോദിക്കും, അനിൽ അഹില്ലത്തി, പിറവി ചന്ദ്രന്മാരെ സംബന്ധിച്ച്. അൽ അഹില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരലിഫ്ലാമുണ്ട്, അൽ. അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേകമായ പിറവി ചന്ദ്രന്മാരിലേക്കുള്ള സൂചനയാണ്. ഏതാണ് ആ പ്രത്യേകമായ ചന്ദ്രന്മാർ? ഹദീസിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളെ കൊണ്ട് അവർ കണ്ട പിറവി ചന്ദ്രന്മാരെ സംബന്ധിച്ചാണ് അവർ ചോദിച്ചത്. നബിയെ, ഞങ്ങളുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് ഞങ്ങൾ കാണുന്നു, ആദ്യമായി ചെറിയ ഒരു വള്ളായി പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രൻ പിറ്റേ ദിവസം അല്പം വലുതാകുന്നു. അങ്ങനെ വലുതായി 10-14 ദിവസം കൊണ്ട് അതൊരു പൂർവ്വചന്ദ്രനായി മാറുന്നു. പിന്നെയും അത് ചെറുതായി വരുന്നു. ഇങ്ങനെയുള്ള ഈ സ്ഥിതിവ്യത്യാസങ്ങളോടുകൂടെ ഞങ്ങളാ കണ്ടുകൊണ്ടിരുന്ന പിറവിചന്ദ്രന്മാരെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ കാരണമെന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹാബത്തിൽപ്പെട്ട ചിലർ ചോദിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ കണ്ട ആ ചന്ദ്രന്മാരെ സംബന്ധിച്ച് അവർ ചോദിക്കും. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്ക് അവരുടെ ആരാധനകളുടെയും മറ്റു പല ഇടപാടുകളുടെയും സമയങ്ങൾ കണക്കാക്കാനുള്ള വസ്തുക്കളാണ് ആ പിറവി ചന്ദ്രന്മാർ. പ്രത്യേകിച്ച് വൽ ഹജ്ജ്, ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട അറഫാ ദിവസത്തിൽ ദുൽഹജ്ജ് 9 അന്ന് അറഫായിൽ ഒരുമിച്ച് കൂടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ ഹജ്ജിനോടനുബന്ധിച്ചു കൊണ്ടുള്ള ടൈമുകൾ, അതിനൊക്കെയുള്ള അവർക്കറിയാനുള്ള വസ്തുക്കളാണത് എന്ന് അല്ലാഹു തആല മറുപടി പറയുകയാണ്. അപ്പം കണ്ണുകൊണ്ട് കണ്ട, നഗ്നമായ കണ്ണുകൊണ്ട് കണ്ട പിറവി ചന്ദ്രന്മാരെ സംബന്ധിച്ചാണ് സഹാബത്ത് ചോദിച്ചത്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹജ്ജിൻ്റെയും മറ്റ് ഇബാദത്തുകളുടെയും ടൈമുകൾ മനസ്സിലാക്കാനുള്ള ഒന്നാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത്. കാണുക എന്നതിൻ്റെ പ്രാധാന്യം ഈ ആയത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേ പ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, നിങ്ങൾ ചന്ദ്രനെ നിങ്ങൾ കണ്ടാൽ, കണ്ണുകൊണ്ട് കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ അനുഷ്ഠിക്കുക. നേരെ മറിച്ച് ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടപ്പെട്ടു, നിങ്ങൾക്ക് കാണാൻ തടസ്സമുണ്ടായി, എന്നാൽ നിങ്ങൾ കണക്കുകാരോട് ചോദിക്കുവീൻ എന്നല്ല പറഞ്ഞത്. ഫസ്അലു അഹ്ലൽ ഹിസാബ്, കണക്കുകാരോട് ചോദിക്കുക എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്. നേരെ മറിച്ച് ഫൈൻ ഉമ്മ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടപ്പെട്ട് കഴിഞ്ഞാൽ ഫഅക്മിലു ഇദ്ദത ശഅബാന, ശഅബാൻ മാസത്തിൻ്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുക. 30